ഹർഷദ് റാണയുടെ ബോളിൽ അലക്സ് ക്യാരിയുടെ വിക്കറ്റ് തെറിച്ചപ്പോൾ കുറ്റി തെറിച്ചപ്പോൾ പിറന്നത് ചരിത്രമാണ്. ഇതിന് നമുക്കൊരു കൊട്ട് വേണം. കാരണം പെർത്തിൽ ഇതുവരെക്കായിട്ടും ഇന്നേ വരെ ഒരു ടെസ്റ്റ് പോലും ഓസ്ട്രേലിയ തോറ്റിട്ടില്ല. അവിടെ നിന്നാണ് നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയത്. 295 റൺസിന്റെ കൂറ്റൻ വിജയമാണ് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത്. 1-2 റൺസ് അല്ലടെ, 295 റൺസിന്റെ. ഇന്ത്യയിൽ സത്യം എത്രയോ ബാറ്റ്സ്മാൻമാരില്ല അല്ലേ? ഈ പറഞ്ഞല്ലോ ശുമൻ ഗില്ലില്ല, ഈ പറഞ്ഞല്ലോ എന്താ നമ്മുടെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മ ഇല്ല, ബൗളറായ ഷമി ഇല്ല. അങ്ങനെ 3.5 ബാറ്റ്സ്മാൻമാരോ അല്ലെങ്കിൽ ബൗളേഴ്സും ആരും ഇല്ലാതെ ഇറങ്ങിയ ഇന്ത്യ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഈ പറയുന്ന ഓസ്ട്രേലിയ പോലും പ്രതീക്ഷിച്ചില്ല പെർത്തിൽ നമ്മൾ തോക്കുമെന്ന്. അവിടെ പോയാണ് ഒരു ടീം ഇതുവരെ അവനെ അവിടെ തോപ്പിച്ചിട്ടില്ല. അവിടെ നിന്നാണ് ഇന്ത്യ 295 റൺസ് വിജയം കൊണ്ടുവന്നത്. അതും ഫസ്റ്റ് ഇന്നിങ്സിൽ 150 ആൾ ഔട്ട് ആയതിനു ശേഷം 150 ആൾ ഔട്ട് ആയതിനു ശേഷം എന്ത് ചെയ്യുന്നു? അവരെ 104 റൺസിന് അവരെ ആൾ ഔട്ട് ആക്കുന്നു. അതിനുശേഷം ഇന്ത്യ 487 റൺസിന്റെ പടത്തോട് 487 റൺസ് അടിച്ചു കൂട്ടുന്നു. വെറും 6 വിക്കറ്റ് നഷ്ടം ഡിക്ലെയർ ചെയ്യുന്നു. അവിടെ നിന്ന് ഓസ്ട്രേലിയ വെറും 238 റൺസിന് ആൾ ഔട്ട് ആകുന്നു. ചേർത്ത് നിർത്തിയത് മറ്റാരുമല്ല, നമുക്കെല്ലാം നമ്മൾ ചെറിയൊരു പേര് ട്രാവിസ് ഹെഡ് 89 റൺസ് അടിച്ച് ട്രാവിസ് ഹെഡും മിച്ചൽ മാഷും കൂടി ചേർന്നുകൊണ്ട് ഒരു ചെറിയൊരു പാർട്ട്ണർഷിപ്പ് അവിടെ ഇട്ടു. അത് എനിക്ക് 104 അങ്ങനെ എന്തോ ആയപ്പോൾ 5 വിക്കറ്റ് പോയതാണ്. ഇന്ന് ഈ ട്രാവിസ് ഹെഡും ഈ മിച്ചൽ മാഷും കൂടെ ഉള്ളവർ ചേർത്തത് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ അവസാനം വന്ന അലക്സ് ക്യാരിയും കുറച്ചു നേരം കളിച്ചു എന്നുള്ളത് വേറെ നമുക്കറിയാം. ഈ കളി എന്തായാലും ഇന്ത്യ ജയിക്കുന്ന എത്രത്തോളം പിന്നീട് നേരത്തെ ജയിക്കും എന്നുള്ളതായിരുന്നു. പിന്നെ എന്തായാലും അവര് ഡ്രിങ്ക്സ് വരെ എന്തോ പിടിച്ചു കൊണ്ടുപോയി എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത്. അപ്പോ അങ്ങനെ ഇന്നത്തെ കളി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ആദ്യമേ വിക്കറ്റ് എടുത്തത് മറ്റാരുമല്ല, ഈ പറഞ്ഞ നമ്മുടെ മുഹമ്മദ് സിറാജ് ആണ് 2 വിക്കറ്റ് നേടിക്കൊണ്ട് തുടക്കം തന്നെ ലബുഷേന്റെ മറ്റേ ഉസ്മാൻ ഹാജയുടെ വിക്കറ്റ് എടുത്തുകൊണ്ട് ഒരു ബ്രേക്ക് ത്രൂ തന്നത് ഈ പറയുന്ന ആരാണ്? നമ്മുടെ മുഹമ്മദ് സിറാജ്. ഇന്ത്യയിലൊക്കെ നിറം മങ്ങി ഞാൻ തെറി വിളിച്ച് കൊല വിളിച്ച് നിൽക്കുന്ന മുഹമ്മദ് സിറാജ് എന്തായാലും അവിടെ വന്ന് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. മുഹമ്മദ് സിറാജ് പറയാതിരിക്കാൻ പറ്റത്തില്ല. 2 വിക്കറ്റ് എടുക്കുന്നു. അതിനുശേഷം ബുംറ വന്ന് എന്ത് ചെയ്യുന്നു? ബുംറ വന്ന് വിക്കറ്റ് എടുക്കുന്നു. ഹർഷദ് റാണ വന്ന് അവസാനത്തെ വിക്കറ്റ് എടുക്കുന്നു. പിന്നെ ആരാണ്? നമ്മുടെ വാഷിംഗ്ടൺ സുന്ദർ വന്ന് നിർണായകമായിട്ടുള്ള 2 വിക്കറ്റ് വാഷിംഗ്ടൺ സുന്ദർ എടുക്കുന്നു കേട്ടോ. ബുംറ സെക്കൻഡ് ഇന്നിംഗ്സിൽ 3 വിക്കറ്റ്, മുഹമ്മദ് സിറാജ് സെക്കൻഡ് ഇന്നിംഗ്സിൽ 3 വിക്കറ്റ്. പിന്നീട് നിതീഷ് കുമാർ റെഡ്ഡിക്ക് അവന്റെ ഡെബ്യൂ വിക്കറ്റ് കിട്ടുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ എന്ത് ചെയ്യും? ഈ ഓസ്ട്രേലിയ അടിച്ച് തൂർച്ച് 8 നിലയെ പൊട്ടിച്ചു വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ റാങ്ക് 1-ൽ ഇന്ത്യ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. ഓസ്ട്രേലിയ ആയിരുന്നു ആദ്യം, ഇന്ത്യ ആയിരുന്നു. ഇന്ത്യ 3 കളി തുടരെ തോറ്റ ഇന്ത്യ വീണ്ടും താഴെയായി. ഇപ്പൊ വീണ്ടും ഇന്ത്യ എത്തിയിട്ടുണ്ട്, തിരിച്ചെത്തി റാങ്ക് ലിസ്റ്റിൽ നമ്പർ 1 ആയിട്ടുണ്ട്. ഈ കളിയിൽ ആരൊക്കെയാണ് ഹീറോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് നിസ്സംശയം പറയാൻ പറ്റും. ആരാണ് ഈ കളിയിൽ ഹീറോ? ആരാണ് ഏറ്റവും നമ്പർ 1 സ്റ്റാർ ആണ്? ഞാൻ പറയുന്നത് ജസ്റ്റ് ബുംറയാണ്. ബുംറയുടെ ക്യാപ്റ്റൻസി ആയിക്കോട്ടെ, ബൗളിംഗ് ആയിക്കോട്ടെ, നമ്പർ 1 ആയിട്ട് ഈ കളിയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ ജയിക്കാനുള്ള നിർണായക പങ്ക് വഹിച്ച അല്ലെങ്കിൽ മാൻ ഓഫ് ദി മാച്ച് ആയ ഇന്ത്യയുടെ ക്യാപ്റ്റനും കൂടിയായ ബുംറ ആയിരുന്നു. ബുംറ ഇല്ലായിരുന്നു ഈ കളി ജയിക്കത്തില്ലായിരുന്നു. 1-2 വിക്കറ്റ് എടുത്തത് 8 വിക്കറ്റുകളാണ് തള്ളിയിട്ടത്. ഫസ്റ്റ് ഇന്നിംഗ്സിൽ 5-ഉം സെക്കൻഡ് ഇന്നിംഗ്സിൽ 3-ഉം. അങ്ങനെ 8 വിക്കറ്റിൽ എപ്പോഴൊക്കെ ഇന്ത്യക്ക് വിക്കറ്റ് വേണം, എപ്പോഴൊക്കെ ബ്രേക്ക് ത്രൂ വേണം എന്ന് മനസ്സിലാലോചിച്ചു ബുംറ വരുമ്പോ വിക്കറ്റ് എന്നുള്ള രീതി. അതുപോലെ ബുംറയെ കാണുമ്പോൾ യുവമാര് കാലിടിച്ച് വിറച്ചാണ് വരുന്നത്. അത്രയ്ക്ക് ഒരു പേടി ബുംറ അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കുറെയൊക്കെ ഒരു പേടിച്ചാണ് ഔട്ടാവുന്നത്. രണ്ടാമത് നിർണായക പങ്ക് ആര് വഹിച്ച് നമുക്ക് പറയാം? യശസ്വി ജയ്സ്വാൾ. പറയാതിരിക്കാൻ പറ്റില്ല. ഫസ്റ്റ് കളിയിൽ വെറും 22 വയസ്സുള്ള കൊച്ചു ചെറുക്കനാണ്. വെറും 22 വയസ്സ്. അവന്റെ ഓസ്ട്രേലിയത്തിലെ ആദ്യ പര്യടനം, ഓസ്ട്രേലിയൻ പര്യടനം ആദ്യത്തെ ടെസ്റ്റ് ആണ്. അതിൽ ഫസ്റ്റ് ഇന്നിംഗ്സിൽ അവൻ ടക്കാവുന്നത്. രണ്ടാമത്തെ കളി അവൻ 160 മേൽ റൺസ് അടിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച രണ്ടാമത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, അത് യശസ്വി ജയ്സ്വാൾ ആണ്. ഇനി മൂന്നാമത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് KL രാഹുൽ ആണെന്ന് പറയും. മനസ്സിലായോ? മൂന്നാമത് നിർണായക പങ്ക് വഹിച്ചത് KL രാഹുൽ ആണ്. നിങ്ങൾക്കറിയാം 2 ഇന്നിംഗ്സിലും സെക്കൻഡ് ഇന്നിംഗ്സിൽ 70 എത്ര അടിച്ചു, പിന്നെ എന്ത് ചെയ്തു, സെഞ്ചുറി അടിക്കാൻ പറ്റിയില്ല. പക്ഷെ ഫസ്റ്റ് ഇന്നിംഗ്സിലും നല്ല രീതിയിൽ 180 ഇന്ത്യ ആൾ ഔട്ട് ആയപ്പോൾ ഈ പറയുന്ന നല്ല രീതിയിൽ ബാറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് ആരാണ്? ഈ KL രാഹുൽ ആയിരുന്നു അല്ലെ. അതും ഔട്ടായത് തന്നെ അമ്പയറിന്റെ തെറ്റായ തീരുമാനം കൊണ്ടാണ് ഔട്ടായത്.
അപ്പൊ ഈ രണ്ട് കളിയിലും ചെറുത്തു നിൽക്കുകയും രണ്ടാമത്തെ കളി ഈ യശസ്വിയുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് 204 റൺസിന്റെയൊക്കെ പാർട്ണർഷിപ്പ് പടുത്തുയർത്തിയൊക്കെ ചെയ്ത KL രാഹുലാണ് ഇന്ത്യയുടെ വിജയത്തിന്റെ മൂന്നാമത്തെ ശില്പി എന്ന് ഞാൻ പറയും. നാലാമത്തെ ആരും ചോദിച്ചാൽ അത് മറ്റാരുമല്ല, നമ്മുടെ വിരാട് കോഹ്ലി തന്നെയാണ്. ഫസ്റ്റ് കളിയിൽ നിറമങ്ങിപ്പോയെങ്കിലും സെക്കൻഡ് കളിയിൽ തന്റെ കുറെ കാലത്തെ ഫോം തിരിച്ചു കൊണ്ടുവന്ന് നിർണായക മാച്ചിൽ ഒരു സെഞ്ചുറി അടിച്ചുകൊണ്ട് ഇന്ത്യയെ കാത്ത KL ഈ പറയുന്ന ആരാണ്, വിരാട് കോഹ്ലിയാണ് നമ്മുടെ ഈ കളിയുടെ ഈ പെർത്ത് ടെസ്റ്റ് ജയിക്കാനുള്ളതിന്റെ നിർണായക പങ്കുവഹിച്ചത്. അഞ്ചാമത്തെ ആരും ചോദിച്ചാൽ അതും പറയേണ്ടതായിട്ട് വരും. മുഹമ്മദ് സിറാജ് ആണെന്ന് പറയേണ്ടി വരും. മുഹമ്മദ് സിറാജ് എന്ത് ചെയ്തു, ഫസ്റ്റ് ഇന്നിങ്സിൽ എനിക്ക് തോന്നുന്ന 2 വിക്കറ്റും ഇതിൽ 3 വിക്കറ്റും, അങ്ങനെ മൊത്തം 5 വിക്കറ്റ് മുഹമ്മദ് സിറാജ് പിന്നെ തള്ളിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് നിർണായക ഈ ടെസ്റ്റ് വളരെ നിർണായകമായ വിക്കറ്റുകൾ മുഹമ്മദ് സിറാജ് തള്ളിയിട്ടു. ഇന്നിപ്പോ രാവിലെ ഈ പറഞ്ഞ വിക്കറ്റ് രാവിലെ തന്നെ തുടക്കം തന്നെ 2 വിക്കറ്റുകൾ ഇന്ത്യക്ക് നേടിക്കൊടുത്തതും മുഹമ്മദ് സിറാജിന്. അപ്പോ ഈ കളിയിലെ ഇന്ത്യയുടെ 5 ശില്പികൾ ആരംഭിച്ചിൽ ടോപ്പ് 1 മറ്റാരുമല്ല, നമ്മുടെ ബുംറയുടെ ക്യാപ്റ്റൻസി അപാരമായിരുന്നു കേട്ടോ. സൂപ്പർ ക്യാപ്റ്റൻസി ആയിരുന്നു. അതായത് രോഹിത് ശർമ്മ പോയി കഴിഞ്ഞാൽ ഇനി ആര് ക്യാപ്റ്റൻ എന്നുള്ള രീതി നമുക്ക് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ ആലോചിച്ച് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അത് ബുംറയ്ക്ക് തന്നെ അങ്ങ് എടുത്ത് കൊടുത്താൽ മതി എന്ന് തന്നെ ബുംറ പറയുന്നത്. ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായോ? ബുംറയുടെ ക്യാപ്റ്റൻസി വന്നതിന് ശേഷം ബുംറയുടെ ബോളുകൾക്ക് പിന്നെ എന്താണ് മൂർച്ച കൂടിയോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പൊ ഫസ്റ്റ് ശില്പി ബുംറ ഇല്ലായിരുന്ന ഈ കളി ഇന്ത്യ എന്ത് ചെയ്യായിരുന്നു, തോക്കുമായിരുന്നു. ബുംറ എന്ന് പറയുന്ന ഒരു ബൗളറെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജയിക്കാൻ വലിയ പാടായിരുന്നു. അമ്മാതിരിയായിരുന്നു ബുംറ പിന്നീട് എന്ത് ചെയ്ത് എറിഞ്ഞത്. അതുപോലെ തന്നെ ബുംറയെ പോലെ തന്നെ പിന്നീട് നല്ലൊരു പങ്ക് വഹിച്ച മറ്റൊരു ആളാണ് യശസ്വി ജയ്സ്വാൾ. എടുത്ത് ഒരിക്കലും നമുക്ക് പിന്നീട് എന്തൊരു മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഈ ടെസ്റ്റിൽ വളരെ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം യശസ്വി ജയ്സ്വാളും KL രാഹുലുമായി കൊണ്ടുവന്ന ആ സെക്കൻഡ് ഇന്നിങ്സിൽ കൊണ്ടുവന്ന ഒരു കൂട്ടുകെട്ട്, 200 കടന്ന കൂട്ടുകെട്ട്, ആ ഒരു കൂട്ടുകെട്ടില്ലാതെ ഇന്ത്യ തോക്കുക. കാരണം 150 ഇന്ത്യ ആൾ ഔട്ടായ ഇന്ത്യയാണ്. 150 ഇന്ത്യ ആൾ ഔട്ടായതിനു ശേഷം ഈ പറയുന്ന ഓസ്ട്രേലിയ എന്താണ് 104 ആൾ ഔട്ടാക്കുന്നു. അതേ പിച്ചിൽ തന്നെയാണ് അവർ കളിക്കുന്നത്. എന്നിട്ടും അവന്മാർ കൊണ്ടുവന്ന ആ കൂട്ടുകെട്ട്, അവരുടെ ആ കൂട്ടുകെട്ട് ഇത്രയും ഒരു 200-ൽ കൂടുതലുള്ള ഒരു കൂട്ടുകെട്ട് ഉണ്ടായത് കൊണ്ടാണ് മറ്റ് ബാക്കിൽ വരുന്ന വിരാട് കോഹ്ലി പോലുള്ള ബാറ്റ്സ്മാർക്ക് പോലും ഒരു ആത്മവിശ്വാസം ഉണ്ടായത്. മനസ്സിലായി, റൺ അടിച്ചു വെച്ചിട്ടുണ്ട്, ഇവിടെ എനിക്ക് കളിക്കാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം വിരാട് കോഹ്ലിയിൽ കൊണ്ടുവരികയും വിരാട് കോഹ്ലി ഒരു സെഞ്ചുറിയിലേക്ക് ഒക്കെ പോകുന്നതൊക്കെ അതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം ബുംറ, യശസ്വി ജയ്സ്വാൾ, മൂന്നാമത്തത് KL രാഹുൽ, പിന്നെ വിരാട് കോഹ്ലി, പിന്നെ മുഹമ്മദ് സിറാജ്. ഈ 5 പേരുടെ മാരക പെർഫോമൻസ് കൊണ്ടാണ് ഇന്ത്യ ഐതിഹാസികമായ ഒരു വിജയം, ചരിത്ര വിജയം, പെർത്തിൽ ഓസ്ട്രേലിയൻ മണ്ണിൽ ഇതുവരെക്കായിട്ടും ഓസ്ട്രേലിയ അടിയറവ് പറഞ്ഞിട്ടില്ലാത്ത മണ്ണിൽ ചെന്ന്, മുട്ടുമടക്കാത്ത ഗ്രൗണ്ടിൽ ചെന്ന് അവരുടെ മുന്നിലിട്ട് നാണം കെട്ടത്തുള്ളത് 295 റൺസിന്റെ കൂറ്റൻ വിജയം സ്വന്തമാക്കി ഇന്ത്യ 5 ടെസ്റ്റുകളുള്ള പരമ്പരയിൽ 1-0 മുന്നേറുന്നു. തുടർച്ചയായി ഈ സംഭവം എന്ത് ചെയ്യും, ഇന്ത്യ ജയിക്കും. അതായത് ഈ ടെസ്റ്റും ഇന്ത്യ കുറഞ്ഞത് 3-0 അല്ലെങ്കിൽ 3-1 ഇന്ത്യ ജയിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കരുതുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.